നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ജൈവ കീടനാശിനിയാണ് കേട്ടോ. നമ്മളൊക്കെ മുളകായാലും തക്കാളി ആയാലും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന് വരുന്ന ഒരു വെള്ളീച്ചൻ്റെ ശല്യമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ നശിപ്പിച്ച് നമ്മളെ മുളക് തന്നെ ഒരു മുരടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചു വരുന്നു. അപ്പോൾ അതിനായിട്ടുള്ളൊരു ജൈവ കീടനാശിനിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതും നമ്മളെ വീട്ടിലുള്ള സവാള ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു സവാള മതി ഇതിനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ് കേട്ടോ. നല്ല സവാള എടുക്കാൻ ശ്രദ്ധിക്കണം. സവാളിൻ്റെ തൊലി കളയാതെയായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും എടുക്കട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അതുപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കട്ടോ. എന്നിട്ട് ബോട്ടിലാക്കി അടച്ചു വെക്കണം കേട്ടോ. കാരണം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ വെയിലും തട്ടാത്തടത്ത് വേണം വെക്കാൻ. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഉള്ളിൻ്റെ തോല് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഹാൻഡ് വാഷ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഹാൻഡ് വാഷ് ചേർക്കുന്നതിലൂടെ കുറച്ച് പറ്റി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ ചെടികൾക്കൊക്കെ നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. ഇതുപോലെ ചെടിൻ്റെ ഇലൻ്റെ അടിവശത്തൊക്കെ ആയിട്ട് നമ്മൾ വെള്ളീച്ചകൾ മുട്ട ഇട്ടിട്ടുണ്ടാവും. അതിലേക്കൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളീച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ച വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തടഞ്ഞ് നമ്മുടെ ചെടിയെ സംരക്ഷിക്കാവുന്നതാണ്.